നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2025 ആദ്യത്തെ ഫിഫ റാങ്കിങ് ഇന്ന് പുറത്തുവിട്ടല്ലോ. നമ്മളത് വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അർജൻറ്റീന തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. ഇപ്പോൾ ലോക റാങ്കിങ്ങിൽ ഫിഫ റാങ്കിങ്ങിൽ തുടർച്ചയായി 2 വർഷക്കാലമായിട്ട് അർജൻറ്റീന ഒന്നാം സ്ഥാനത്താണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. അതായത് 2022 ഫിഫ വേൾഡ് കപ്പ് കഴിഞ്ഞു. അതിനുശേഷം ആദ്യമായിട്ട് അർജൻറ്റീന ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നു ഏപ്രിൽ 6-ന് 2023 ഏപ്രിൽ 6-നാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ 2025 മാർച്ചിൽ പുതുക്കി പ്രഖ്യാപിക്കുന്ന ഫിഫ റാങ്കിങ്ങിലും അർജൻറ്റീന തന്നെയാണ് ഒന്നാമത്. ഇനിയിപ്പോൾ ഡിസംബറിലാണ് അടുത്ത ഫിഫ റാങ്കിങ് വരികയുള്ളൂ. അപ്പോൾ 2 കൊല്ലത്തിലധികം കാലമായിട്ട് അർജൻറ്റീന തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കും. അപ്പോൾ ഏറ്റവും അധികം കാലം നീണ്ട് വേൾഡ് റാങ്കിങ്ങിൽ ഒന്നാമത് നിന്ന ടീം ഏതാണ്? ആ ഒരു ലിസ്റ്റ് എടുത്താൽ ടോപ്പ് 5-ലേക്ക് അർജൻറ്റീന ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഒന്നാം സ്ഥാനത്തുള്ളത് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഒന്നാമതുള്ളത് ബ്രസീൽ തന്നെയാണ്. നീണ്ടകാലം ഫിഫ വേൾഡ് റാങ്കിങ്ങിൽ ഒന്നാമത് നിന്നതിൽ ഒന്നാമത് ബ്രസീലാണ്. ഇപ്പോൾ ഏറ്റവും പുതുക്കിയ റാങ്കിങ്ങിൽ അർജൻറ്റീന ഒന്നാം സ്ഥാനത്ത് വരുന്നത് 1886.16 റേറ്റിംഗ് പോയിന്റുകളുമായിട്ടാണ്. രണ്ടാമതാണ് സ്പെയിനുള്ളത്. 1854.64 അവരുടെ റേറ്റിംഗ് പോയിന്റ്. ഫ്രാൻസ് മൂന്നാമതേക്ക് വീണിരിക്കുന്നു. 1852.71 അവരുടെ റേറ്റിംഗ് പോയിന്റ്. ഇംഗ്ലണ്ടാണ് നാലാമത്. 1819.2 അവരുടെ റേറ്റിംഗ് പോയിന്റ് എങ്കിലും ബ്രസീൽ അഞ്ചാമത്. 1776.03 അവരുടെ റേറ്റിംഗ് പോയിന്റുകൾ ഉള്ളത്. എന്തായാലും ഇനി നമുക്ക് ആ റെക്കോർഡിന്റെ കണക്കിലേക്കൊന്ന് വരാം. അർജന്റീൻ മാധ്യമം TYC സ്പോർട്സ് ഇതിന്റെ കണക്കുകൾ വളരെ കൃത്യമായിട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് 1993 ഫിഫ റാങ്കിങ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കണക്കെടുത്താൽ ബ്രസീലിനാണ് ഏറ്റവും അധികം കാലം വേൾഡ് റാങ്കിങ്ങിൽ ഒന്നാമത് നിന്നതിൻ്റെ റെക്കോർഡുള്ളത്. 2 തവണ 2 ലോങ്സ്റ്റ് പീരീഡ്സിൽ അവർ ഒന്നാം സ്ഥാനത്ത് നിന്നിട്ടുണ്ട്. അതായത് ആദ്യം അവർ 6 വർഷക്കാലവും 8 മാസവും തുടർച്ചയായിട്ട് ഒന്നാം സ്ഥാനത്ത് നിന്നു. ഈ സമീപകാലത്തൊന്നും അർജന്റീനയ്ക്ക് എന്നല്ല, ഇപ്പൊ നിലവിലുള്ളൊരു ടീമിനും ആ റെക്കോർഡ് തകർക്കാൻ കഴിയില്ല എന്നർത്ഥം. അർജന്റീനയ്ക്ക് ഇനി ആ റെക്കോർഡ് തകർക്കണമെങ്കിൽ ഇനിയും 4 കൊല്ലക്കാലം കൂടി ഒന്നാം സ്ഥാനം വിടാതെ പിടിക്കണം. അതിപ്പോൾ സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. ഏതായാലും ബ്രസീലാണ് ആ കാര്യത്തിൽ ഒന്നാമത്. 6 വർഷക്കാലവും 8 മാസവും എന്ന് പറഞ്ഞാൽ 1994 ജൂലൈ മുതൽ 2001 ഏപ്രിൽ വരെ ബ്രസീൽ ഒന്നാം സ്ഥാനത്ത് അങ്ങനെ വിരാജിച്ചു. അതാണ് ഫിഫ റാങ്കിങ്ങിന്റെ കാര്യത്തിൽ റെക്കോർഡ്. ഏറ്റവും നീണ്ട കാലം തുടർച്ചയായി ഒന്നാം റാങ്കിൽ നിന്ന റെക്കോർഡ്. ദെൻ രണ്ടാം സ്ഥാനത്തോ? രണ്ടാമതും ബ്രസീലാണെന്നേ. രണ്ടാമതും ബ്രസീലാണ്. 4 വർഷക്കാലവും 7 മാസവും 4 വർഷം പ്ലസ് 7 മാസം അവർ തുടർച്ചയായിട്ട് വീണ്ടും ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമത് വന്നു. അത് ജൂൺ 2002 മുതൽ ജനുവരി 2007 വരെയായിരുന്നു. അപ്പോൾ 1ഉം 2ഉം സ്ഥാനത്ത് ബ്രസീലാണ്. എന്നിട്ട് മൂന്നാം സ്ഥാനത്തുള്ളതോ ബെൽജിയമാണ്. ബെൽജിയം 3 വർഷക്കാലവും 4 മാസവും തുടർച്ചയായിട്ട് ഒന്നാം സ്ഥാനത്ത് നിന്നു. അത് 2018 ഒക്ടോബർ മുതൽ 2022 ഫെബ്രുവരി വരെയാണ്. പിന്നെ 4ാം സ്ഥാനത്ത് ഇക്കാര്യത്തിലുള്ളത് സ്പെയിനാണ്. അവർ 2 വർഷക്കാലവും 9 മാസവും തുടർച്ചയായിട്ട് ഒന്നാം സ്ഥാനത്ത് നിന്നിട്ടുണ്ട്. അത് സെപ്റ്റംബർ 2011 മുതൽ ജൂൺ 2014 വരെയുള്ള കാലഘട്ടത്തിലാണ്. ഇപ്പോൾ അർജന്റീന 2 വർഷക്കാലമായിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അത് ഈ ഒരു റെക്കോർഡിൽ 5ാമതാണ് വരുന്നത്. അർജന്റീന ഈ പോക്ക് പോയാൽ തീർച്ചയായിട്ടും അവർക്ക് സ്പെയിനിനെയും അതുപോലെ തന്നെ ബെൽജിയത്തെയും ഒക്കെ മറികടക്കാൻ കഴിഞ്ഞേക്കും. പക്ഷെ ബ്രസീലിന്റെ 6 കൊല്ലം 8 മാസം എന്നുള്ളത് മറികടക്കാൻ തീർച്ചയായിട്ടും ഒന്ന് പാടുപെടും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.